നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ബ്രൂട്ടൽ സെൽ ഓഫാണ് ഇന്ന് നടന്നത്. തുടർച്ചയായ 4 ദിവസം നിഫ്റ്റിയിൽ കനത്ത സെൽ ഓഫ്. ഇന്നലെയും FIS ഏകദേശം ഒരു 5,500 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും ഫിൻ നിഫ്റ്റിയും അങ്ങനെയുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാങ്കെക്സും ബാങ്ക് നിഫ്റ്റിയും, അതായത് ബാങ്കിങ് സ്റ്റോക്കുകൾ ഇന്ന് കനത്ത ചെറുത്തുനിൽപ്പ് നൽകിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത് ഗ്രീനിലാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നുണ്ട്. എന്നാൽ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് അല്ലെങ്കിൽ ITC പോലുള്ള കമ്പനീസ് ശക്തമായിട്ടുള്ളൊരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സിറ്റ് പോൾ ബലം വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് വളരെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്കായി ഉണ്ടായിരുന്നില്ല എങ്കിലും വലിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇലക്ഷന് മുമ്പേ തന്നെ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരു പ്രവണതയാണുള്ളത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളാണ് പ്രോഫിറ്റിൽ മേ ബി ഇല്ലാത്തത്. ഇതിന് മുമ്പേ സ്റ്റോക്കുകളിൽ കയറിയ ആളുകൾ, കുറേ നാൾ മുമ്പ് കയറിയ ആളുകളെ സംബന്ധിച്ച് അവരിപ്പോഴും പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാവുക. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ ഇടിക്കുന്നത്. അല്ലാതെ ലോസ് ആരും ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ കുറവാണ്. ടാറ്റ സ്റ്റീൽ, റിലയൻസ്, TCS തുടങ്ങിയ കമ്പനീസിൽ ശക്തമായിട്ടുള്ളൊരു ഫോൾ കണ്ടു. ITCയും ബജാജ് ഫിനാൻസിലും ഫോൾ ആയിട്ടുണ്ട്. ഇന്ന് IT സെക്ടർ കനത്ത സെൽ ഓഫിലുണ്ടായിട്ടുണ്ട്. കാരണം വിപ്രോ പോലെയുള്ള കമ്പനീസും ഇന്ന് 3%-ലേറെ ഫോൾ ആയിട്ടുണ്ട്. വിപ്രോ ഓൾറെഡി തന്നെ ഒരു സീവിയർ സെല്ലിംഗ് പ്രഷറിൽ BSൽ നിന്ന് പുറത്തായതിനു ശേഷം നല്ലൊരു ഫോളായി വീണ്ടും ഫർദറായിട്ട് ഫോളാണ് വിപ്രോയിൽ കാണുന്നത്. അതുപോലെ തന്നെ ടെക്കമ്മും ഇന്ന് വലിയ തോതിൽ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ IT സെക്ടർ, ഒരു എൻറ്റയർ IT സെക്ടറിലും ഒരു വേറൊരു സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നോക്കുകയാണെങ്കിൽ മഹേന്ദ്ര ലോജിസ്റ്റിക് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഭാരത് എയർടെൽ അവരുടെ പുതിയ CEO നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ന്യൂസുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു പ്രവണത, ഈ ഒരു സമയങ്ങളിൽ പല സ്റ്റോക്കുകളുടെയും പ്രൊമോട്ടേഴ്സ് ഇവരുടെ സ്റ്റേക്ക് വിറ്റ് ഒഴുകിയാണ്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ വലിയ തോതിൽ ഫോൾ ആവുന്നുണ്ട്. കൂടാതെ തന്നെ റിസൾട്ടിന് ശേഷം പല മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് അത്ര മികച്ചതല്ലാത്തത് കാരണം പല സ്റ്റോക്കുകളും ഇന്ന് കുമ്മിൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഫോളോ ആവാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു പല ബ്ലോക്ക് ഡീലിലൂടെ ഇവരുടെ കമ്പനീസിൻ്റെ തന്നെ പ്രൊമോട്ടേഴ്സ് വിറ്റൊഴിയുന്ന ഒരു പ്രവണത നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. നിഫ്റ്റിയിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം റിലയൻസ്. ഏകദേശം നിഫ്റ്റിയുടെ 17 പോയിൻ്റാണ് റിലയൻസ് കാരണം ഇടിഞ്ഞത്. ടാറ്റ സ്റ്റീൽ 16 പോയിൻ്റ് ഇടിച്ചു. TCS 14 പോയിൻ്റാണ് നിഫ്റ്റിയുടെ ഫോളിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇൻഫി 12 പോയിൻ്റ്, ITC 12 പോയിൻ്റ്, ബജാജ് ഫിനാൻസ് 11 പോയിൻ്റ്, പവർ ഗ്രിഡ് 10 പോയിൻ്റ്, ടൈറ്റാൻ 8 പോയിൻ്റ്. ഈ റെഡ് കാണുന്നതെല്ലാം തന്നെ നിഫ്റ്റിയിലുണ്ടായ ഫോളിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ICICI ബാങ്ക്, HDFC, ആക്സിസ്, SBI. ഈ ബാങ്കിങ് സെക്ടറിലുള്ള മുൻനിര ബാങ്കിങ് കമ്പനീസ് എല്ലാം തന്നെ ബാങ്ക് നിഫ്റ്റിനെ അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇന്ന് 216 പോയിൻ്റ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ, സെൻസെക്സ് 617 പോയിൻ്റ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്ക് 181 പോയിൻറ്റിൻ്റെ ഗ്രീനിലാണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിലാണ് നമുക്ക് ഓപ്പണിംഗ് കിട്ടിയത്. ഓപ്പണിംഗ് റേഞ്ച് കാണാം 22,680. ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 258 പോയിൻറ്റ് ഫോളായി, അഥവാ 1.14% ഫോൾ രേഖപ്പെടുത്തി 22,419 സപ്പോർട്ട് എടുത്തു. അതിനുശേഷം 113 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി അവസാനത്തെ ഒരു ഹാഫ് ആൻ അവറിൽ മാർക്കറ്റ് റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22,557 ഇപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റിയിൽ ICICI ബാങ്ക് 1%, ആക്സിസ് ബാങ്ക് 0.5%, HDFC ബാങ്ക് 0.5%, SBI, കൊട്ടാക് ബാങ്ക് തുടങ്ങിയ കമ്പനീസിൽ ശക്തമായ ബാങ്ക് നിഫ്റ്റീനെ ഇവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നിഫ്റ്റിയിൽ ടാറ്റ സ്റ്റീൽ 6% ഇടിഞ്ഞു, ടെക്കം 3.5%, പവർ ഗ്രിഡ് 3.5%, ടൈറ്റാനും ഇപ്രോയും 3% വീതം ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റിലും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഉള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 67,968, ഗോൾഡ് $2,338 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ $83 പെർ ബാരൽ, ഓസ്ട്രേലിയ റെഡിലടച്ചു, ഷാങ്ഹായ് ചൈന റെഡിലടച്ചു, കോസ്പി കൊറിയ റെഡിലടച്ചു, നിക്കി ജപ്പാൻ 500 പോയിൻ്റ് ഇടിഞ്ഞു, ഡോ ഫ്യൂച്ചർ 300 പോയിൻ്റ് ഇടിഞ്ഞു, ഇന്ത്യ വിക്സ് 24, ഡാക്സ് ജർമ്മൻ, CAC 40 ഫ്രാൻസ്, FTSE UK. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. പക്ഷേ US ഫ്യൂച്ചർ ഇന്ത്യൻ മാർക്കറ്റ് സമയത്ത് തന്നെ 300 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്.
ഇന്നലെയും ഡോ ഫ്യൂച്ചർ ഇടിഞ്ഞു. അപ്പോൾ ഓൾ ടുഗദർ ഡോ ഫ്യൂച്ചർ കഴിഞ്ഞ ഒരു 2-3 ദിവസം കൊണ്ട് 1000 പോയിന്റിന് ഒരു ഇടിവ് കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് മദർ മാർക്കറ്റ് ആയിട്ടുള്ള യു എസ് മാർക്കറ്റിനെ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, വലിയ തോതിൽ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഇടിവ് നമുക്കും റിഫ്ലക്റ്റ് ചെയ്യും. കാരണം യു എസ് മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലാണുള്ളത്. ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എക്സ്പോളിൻ്റെ ഫലവും റിസൾട്ടും എല്ലാം തന്നെ വളരെ പടിവാതിലിലാണ്. അപ്പോൾ പല അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. പല ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ സ്റ്റിൽ പറയുന്നത് റൂളിംഗ് പാർട്ടി തന്നെ ഭരിക്കുക എന്നുള്ളതാണ്. പക്ഷേ സീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണക്കുറവും എത്ര കിട്ടും അല്ലെങ്കിൽ എത്രയായിരിക്കും എന്നുള്ള ആ ഒരു പല സോഴ്സിൽ നിന്നുള്ള ന്യൂസ് അനുസരിച്ച് മാർക്കറ്റിൽ വലിയ തോതിൽ ചാഞ്ചാട്ടം ഉണ്ടാവും. പല ആളുകളും ഈ ഒരു സമയത്ത് ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, കാരണം അത്ര വോളറ്റൈലാണ്. ചില ആളുകൾ ഇത് നല്ലൊരു അവസരമായിട്ടും കാണാറുണ്ട്. അതിലും തെറ്റില്ല, കാരണം എല്ലാ ആളുകളും പേടിച്ചിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. എന്നാൽ ഇത്തരം വലിയൊരു ഫിയർ ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ മാറി നിൽക്കുന്ന ആളുകളും ഉണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. മാർക്കറ്റിൽ അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു നിയമമൊന്നുമില്ല. എന്നാലും പുതിയ ആളുകൾ മാറി നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. കാരണം അത്രയധികം വിക്സ് ഉയർന്ന രീതിയിൽ നിൽക്കുമ്പോൾ പ്രീമിയവും അത്രയധികം ഉയർന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ആഴ്ചയിലാണ് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നമ്മൾ നടത്തുന്നത്. ഇത് ക്ലാസ്സുകളും ഓൺലൈനായിട്ടുണ്ട്. കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ അദാനി ഗ്രീൻ, ഇന്ത്യ റേറ്റിംഗ് ഏജൻസി അദാനി ഗ്രീനിനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ്. ഗോഡ്ഫ്രൈ ഫിലിപ്സ് കമ്പനി മാൽബറോ പോലെയുള്ള സിഗരറ്റിൻ്റെ എല്ലാം തന്നെ നിർമ്മാതാക്കളാണ് ഗോഡ്ഫ്രൈ ഫിലിപ്സ്. കമ്പനി റിസൾട്ട് വന്നു, 45% നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. കമ്പനി വലിയ തോതിലുള്ള ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഒരു സ്റ്റോക്കിന് 54 രൂപയാണ് ഡിവിഡൻഡ് അവർ കൊടുക്കുന്നത്. CG പവർ കമ്പനി, ഇവർ UBS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം CG പവറിൻ്റെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. Forging കമ്പനി, ഇവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:1 എന്ന റേഷ്യോയിൽ. ഡിവിഡൻഡും ഇഷ്യൂ ചെയ്യുന്നുണ്ട് 8 രൂപ. അപ്പോൾ ബോണസും ഉണ്ട് ഡിവിഡൻഡും ഉണ്ട്. അടുത്ത മാസമൊക്കെയാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ്, ശ്രദ്ധിക്കുക. പ്രാജ് ഇൻഡസ്ട്രീസ് കമ്പനി 88 നിന്ന് 91 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി 2 കോടി രൂപയിൽ നിന്ന് 6 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. IDFC ഫസ്റ്റ് ബാങ്ക് 3200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മഹേന്ദ്ര ലോജിസ്റ്റിക് കമ്പനിക്ക് CNO ഹോൾഡിംഗ്സ് ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് അവർ ടൈപ്പ് ചെയ്തു. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനി 31 കോടി രൂപ ലോസിൽ നിന്ന് 21 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. PVR ഇനോക്സ് മൾട്ടിപ്ലെക്സ് കമ്പനിയാണ്. രാജസ്ഥാനിൽ അവർ 6 പുതിയ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. HCL ടെക് കമ്പനി ഗൂഗിൾ ജെമിനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മാർക്കറ്റസിൻ ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 81 നിന്ന് 78 ഇടിഞ്ഞു. സ്റ്റോക്ക് 12% ഫോൾ ആയിട്ടുണ്ട്. HJ ഇൻഫ്ര കമ്പനി, ഇവർ സോളാർ പവർ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. കുമിൻസ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു എങ്കിലും റവന്യൂ ഫോർകാസ്റ്റ് കുറഞ്ഞതുകൊണ്ട് ഫോൾ ആയിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 42% ഒരു വർധനവ് കണ്ടിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ്. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി.